വി ഡി സതീശൻ നല്ല വായനക്കാരനാണ്, ഏറ്റവും നല്ല സഹൃദയനാണ്, മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എക്കാലവും കേരളം ശ്രദ്ധിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ ജനപ്രിയനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള അമ്പലങ്ങളിൽ നിന്ന് പണം സർക്കാർ കൊണ്ടുപോകുന്നു എന്ന വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഒരു സബ്മിഷൻ ഉന്നയിച്ച ആളാണ് വി ഡി സതീശൻ. വർഗീയവാദികൾ നടത്തുന്ന പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ആ സബ്മിഷന് സാധിച്ചു. ഇവിടെയുള്ള അമ്പലങ്ങൾക്കും മറ്റും ഗവൺമെൻറ് ഗ്രാൻഡ് നൽകുകയാണ്, അതിൽ നിന്ന് ഒരു പണവും എടുക്കുന്നില്ല എന്ന് നിയമസഭ രേഖയായി വരാൻ കാരണം വി ഡി സതീശൻ്റെ ഇടപെടലായിരുന്നു. ഇങ്ങനെ വളരെ നിർണായകമായ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പള്ളി നടേശൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അതിശക്തമായ വർഗീയവും വംശീയവുമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അതിന് താരാട്ട് പാടുന്ന നിലപാടാണ് പിണറായി വിജയനും ഇടതുമുന്നണിയും സ്വീകരിച്ചത്. ആ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും പി സി ജോർജിനും സാജൻ സ്കറിയക്കും വർഗീയവാദികൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത നേതാവാണ് വി ഡി സതീശൻ. അത് തന്നെയാണ് വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ യോഗ്യത. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും വർഗീയ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ വഴിപ്പെടാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. വോൾട്ടയറുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ദൈവമേ, സുഹൃത്തുക്കളിൽ നിന്ന് എന്നെ നീ കാക്കണമേ, ശത്രുക്കളെ ഞാൻ നേരിട്ടുകൊള്ളും. വി ഡി സതീശന് നേരിടേണ്ട ശത്രുക്കളെ അദ്ദേഹം നേരിട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് അദ്ദേഹത്തെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്.